Good afternoon, students. നമ്മൾ discuss ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് നിങ്ങളുടെ illustration 9 ഒന്ന് നോക്കാം. A financial analyst is analyzing two investment alternative of X and Y. The estimated rate of return along with its probabilities of occurrence are given below. നമുക്ക് probabilitiesഉം അതുപോലെ റിട്ടേൺ ആണ് സ്റ്റോക്ക് എക്സിൻ്റെയും വൈൻ്റെയും രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൻ്റെ റിട്ടേണും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ വിച്ച് ഓൾട്ടർനേറ്റീവ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ വേരിയൻസ് Determine each alternative's expected return, variance and standard deviation. ഓരോന്നിൻ്റെയും വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ്പെക്റ്റഡ് റിട്ടേണും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈസ് വൈ കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ്. വൈ എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് റിസ്ക്ലെസ് ആണോ എന്ന്. ഈ ഫിനാൻഷ്യൽ അനലിസ്റ്റ് വിഷ് ടു ഇൻവെസ്റ്റ് ഹാഫ് ഇൻ എക്സ് ആൻഡ് അനദർ ഹാഫ് ഇൻ വൈ. 50-50% ഇൻവെസ്റ്റ് ചെയ്യാൻ വുഡ് ഇറ്റ് റെഡ്യൂസ് റിസ്ക് കുറയ്ക്കുമോ? എക്സ്പ്ലെയിൻസ് ദി റീസൺ ഫോർ ഇറ്റ്. ഒന്നുമില്ല, നമുക്കറിയാവുന്ന ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം. Solution. Expected return of portfolio can be calculated with the help of the following equation. Rp is equal to n into sigma, t is equal to 1, xi into ri. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് എ സ്റ്റോക്കിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ 22, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.20 ആണ്. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ നെക്സ്റ്റ് ഇയറിൽ ഓരോ വർഷത്തിനെയും നമുക്ക് ഓരോ തന്നിട്ടുണ്ട് 14 അല്ലേ, 14 ആണ് തന്നിട്ടുള്ളത്. 14 ഇൻറ്റു 0.6, അതായത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. ദെൻ -4 ഇൻറ്റു 0.2. അപ്പോൾ ഓരോന്നും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. അതേമാതിരി ചെയ്തു കഴിഞ്ഞാൽ വൈൻ്റെത് വരുന്നത് 15% ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് കിട്ടിയിട്ട് ഉണ്ട്. സ്റ്റോക്ക് എക്സിൻ്റെയും സ്റ്റോക്ക് വൈൻ്റെയും എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്ക് ഇക്വേഷനിലോട്ട് പുട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാൽക്കുലേഷൻ ഓഫ് എ വേരിയൻസ് ഓഫ് എ സ്റ്റോക്ക് എക്സിൻ്റെ വേരിയൻസ് എന്ത് ചെയ്താൽ മതി, വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് റിട്ടേൺ ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. റിട്ടേണും പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പം മീൻ റിട്ടേൺ ഇവിടെ 12 ആണ് വരുന്നത്. ദെൻ ഡി, അതായത് ഡി എത്രയാണ് വരുന്നത്, മീൻ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 ആണ് ഫസ്റ്റത്തെ. അപ്പോൾ 22 - 12 എത്ര വരും, 10. അടുത്ത 14 - 12 2, -4 - 12 -4 - 12 ആണ്. അപ്പോൾ എത്ര വരും, 16 വരും അല്ലേ. ദെൻ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 100, 4, 256 ആണ്. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തത് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഡി സ്ക്വയറിന് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യുക. വേരിയൻസ് ഒക്കെ നിങ്ങൾ ക്യൂട്ടിയിൽ പഠിച്ചതല്ലേ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും, 20. അടുത്തത് ചെയ്യുമ്പം 60 ഇൻറ്റു 2, 6.6 ഇൻറ്റു 2, 0.6 ഇൻറ്റു 4 ആണ്. ഇത് ഡി സ്ക്വയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ 2.40. അടുത്തത് 0.2 ഇൻറ്റു 2.56 51 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ സിഗ്മ സ്ക്വയർ എത്ര കിട്ടും, 73.60 ആണ് കിട്ടിയത് സിഗ്മ സ്ക്വയർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വേരിയൻസ് ഓഫ് സ്റ്റോക്ക് വൈൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈൻ്റെയും സെയിം രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക, മീൻ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. മീൻ റിട്ടേൺ എന്ന് പറയുന്നത് എത്ര വരും, 15, 20, 10, 15, 20, 40, 45 ഡിവൈഡഡ് ബൈ 3 എത്ര വരും, 15 അല്ലേ. ഇനി മീൻ റിട്ടേൺ അറിയില്ല, ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതാണ് 12 എന്ന് പറയുന്നത്.
ദെൻ അതേമാതിരി ചെയ്യാം. ദെൻ നമുക്ക് കിട്ടുന്നത് ഏതാണ്? സിഗ്മ സ്ക്വയർ അല്ലേ? സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ്. ഇനി നമുക്ക് സിഗ്മ സ്ക്വയർ അറിയാമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് വേരിയൻസിൻ്റെ, അതായത് ഫസ്റ്റത്തത് 73.60ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 8.6 ആണ് വരുന്നത് റൂട്ട് എടുക്കുമ്പോൾ. അടുത്ത വൈൻ്റെ വേരിയൻസിൻ്റെ എന്താ 14ൻ്റെ എടുക്കുമ്പോൾ 6.32 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കാൽക്കുലേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേണും അതുപോലൊക്കെ വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മൂന്നും കാൽക്കുലേറ്റ് ചെയ്ത് സിമ്പിളാണ്. അടുത്തത് അടുത്ത സെക്കൻഡ് ഈസ് വൈ കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ് ആണോ എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കമ്പാരിറ്റീവ്ലി റിസ്ക്ലെസ് ആണ്. കാരണം എന്താണ്? ദി സെക്യൂരിറ്റി വൈ ഈസ് റിസ്ക്ലെസ് കമ്പയർഡ് ടു സിൻസ് ഇറ്റ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ലെസ് ദാൻ സെക്യൂരിറ്റി വൈ എക്സിനെ കഴിഞ്ഞും. സെക്യൂരിറ്റി വൈ എക്സിനെ കഴിഞ്ഞും എന്താണ്? മീൻ ഡീവിയേഷനും അത് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താണ്? കുറവാണ്, ലെസ് ദാൻ ആണ്. അപ്പോൾ എന്താണ്? റിസ്ക് കുറവ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ക്യൂട്ടിയിൽ പഠിച്ച കാര്യമാണ്. ഇവിടെ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് കാൽക്കുലേഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ റിസ്ക് അല്ലെ? പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് കാൽക്കുലേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ഇൻ ഓർഡർ ടു measure portfolio risk we want to calculate correlation coefficient അല്ലേ? നമുക്ക് correlation വേണം. എന്തിനാണ്? നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കോറിലേഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ RXY കാൽക്കുലേറ്റ് ചെയ്യണം. കോവേരിയൻസ് ഓഫ് എ XY ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഫോർ ദിസ് വി വാണ്ട്സ് ടു കാൽക്കുലേറ്റ് കോവേരിയൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് വൈ ആൻഡ് എക്സ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്? കോവേരിയൻസ് ആവശ്യമാണ്. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് കോവേരിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു സിഗ്മ ടി ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു RX മൈനസ് RX ബാർ ഇൻറ്റു RY മൈനസ് RY ബാർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? വളരെ സിമ്പിളാണ്. ഇങ്ങനത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റിട്ടേൺ തന്നിട്ടുണ്ട്, ഡീവിയേഷൻ, ദെൻ റിട്ടേൺ ഡീവിയേഷൻ ഓരോന്നിൻ്റെയും, ദെൻ ഡി ഇൻറ്റു ഡി ചെയ്യുക, പ്രോബബിലിറ്റി വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, ഡി ഇൻറ്റു പി. നമുക്ക് കോവേരിയൻസ് കിട്ടും. കോവേരിയൻസ് ഓഫ് എ എക്സ് ആൻഡ് വൈ കിട്ടും. ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. therefore കോവേരിയൻസ് കിട്ടി. therefore കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? RXY ഈസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് XY എത്രയാണ്? 17 മൈനസ് 17.33 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 8.6 ഇൻറ്റു 6.3. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ രണ്ടിൻ്റെ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് 0.32 ആണ് വരുന്നത്. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് പോർട്ട്ഫോളിയോ റിസ്ക് യൂസിങ് ദിസ് ഫോർമുല. ഇത് ഉപയോഗിച്ചുകൊണ്ട് പോർട്ട്ഫോളിയോ റിസ്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ സ്ക്വയർ പി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു സിഗ്മ സ്ക്വയർ വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് വൈ ഇൻറ്റു ആർ എക്സ് വൈ ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇതിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇതെല്ലതും ഉണ്ട് അല്ലേ? എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടുക സിഗ്മ പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9. അതായത് നമുക്ക് സിഗ്മ സ്ക്വയർ കിട്ടിക്കഴിയുമ്പോൾ 19.779 ആണ് കിട്ടുന്നത്. അതിൻ്റെ സിഗ്മ എടുക്കുക, വേരിയൻസ്, അതായത് റൂട്ട് ഓഫ് 19.779 4.448 ആണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ഇല്ലസ്ട്രേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. 10ാമത്തെ 10. The rate of return and its probability of occurrence of two stocks A and B are given in the table below. Rate of return അതുപോലെ probability of occurrence നമുക്ക് തന്നിട്ടുണ്ട്. Find the expected rate of return of A and B. If investor invest equal proportion on both the stock, what would be the return? If the investor invest equal proportion on both, രണ്ടിലും equal proportion ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും would be the return? എങ്ങനെയായിരിക്കും റിട്ടേൺ? If the proportion is changed to 25
and 75 and then 275 and 25. What would be the expected rate of return? Rate of return changes വരുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ percentage of investment changes വന്ന. അപ്പോൾ നമ്മളോട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് expected rate of return ആണ്. The expected rate of portfolio can be with the help of following formula. അല്ലെ, നമ്മൾ സ്റ്റോക്ക് എക്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ള റിട്ടേണും പ്രോബബിലിറ്റിയും വെച്ചിട്ട് അപ്പോൾ നമുക്ക് 12% എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് ബിന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റിയും റിട്ടേണും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10.3% ആണ് കിട്ടുന്നത്. ഇഫ് ദി ഇൻവെസ്റ്റർ ഈക്വൽ പ്രൊപ്പോർഷൻ ടു ബോത്ത് ദി സ്റ്റോക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ, രണ്ടിലും ഈക്വൽ പ്രൊപ്പോർഷൻ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാവും? നമ്മുടേത് എങ്ങനെയാവും? പ്രൊപ്പോർഷൻ ചേഞ്ച് ആവും. X1 is the proportion of security which include 50% A and ബിയിലും 50% ബിയിലുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെയാകുക? ഈ തന്നിരിക്കുന്ന റിട്ടേണിലുള്ള എങ്ങനെയാവും? അപ്പോൾ 0.5 ഇൻറ്റു 12, ഇതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 12 ആണ് അല്ലേ. അപ്പോൾ 12 പ്ലസ് 0.5 ഇൻറ്റു എത്രയാണ് വരുന്നത്? 10.3. മറ്റേതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് 50% ഇൻവെസ്റ്റ്. ഇവിടെ പ്ലസ് അല്ല കേട്ടോ, ഇവിടെ ഇൻറ്റു ആണ് വരുന്നത്. ഇൻറ്റു ഓക്കെ. 0.6 പ്ലസ് 5.15 11.15 ആണ് വരുന്നത് പ്രൊപ്പോർഷൻ, അതായത് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക. 50% വെച്ചിട്ട് രണ്ടിലും 50% വെച്ചിട്ടാണ് ഈ റിട്ടേൺ ചെയ്യുന്നത്. ഇനി മൂന്നാമത്, ഈ പ്രൊപ്പോർഷൻ ഈസ് ചേഞ്ച് 25 and 75 ചേഞ്ച് ചെയ്യുകയാണ്. എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ റിട്ടേൺ ഇൻറ്റു 25, റിട്ടേൺ ഇൻറ്റു 0.75 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും? 3 പ്ലസ് 7.725 ആണ് വരുന്നത്. മൊത്തത്തിൽ എത്ര വരും? 10.725 ആണ് വരുന്നത്. ഏതാണ്? പ്രൊപ്പോർഷൻ ഇതാണ്. ഇനി നേരെ ചേഞ്ചസ് ആവുകയാണ്. പ്രൊപ്പോർഷൻ 75-25% വരികയാണെങ്കിൽ അതും ഇത് ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11.575 ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചാൽ മതി, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പുട്ട് ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ചോദിച്ചാൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻഡിവിജ്വലിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൊപ്പോർഷൻ വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും? പോർട്ട്ഫോളിയോൻ്റെ റിട്ടേൺ കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക് എയും സ്റ്റോക്ക് ബിയും ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെയും ബിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നേരെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ചോദിക്കുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പോർട്ട്ഫോളിയോ പ്രൊപ്പോർഷൻ ബോത്ത് സ്റ്റോക്ക് വുഡ് ബി ഇൻ ദി റിട്ടേൺ. അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോത്തിലും 50-50 ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ 50%, എത്ര പെർസെൻറ്റേജ് ആണോ ഇൻറ്റു ഓരോന്നിൻ്റെയും ആ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ, ഇവിടെ വരുമ്പോഴും 25% ഇൻറ്റു റിട്ടേൺ, ദെൻ ഇവിടെ വരുമ്പോൾ 75 ഇൻറ്റു റിട്ടേൺ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ബാക്കി പ്രോബ്ലംസും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് തരേണ്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വോയിസ് വിടുക, ഇല്ലെങ്കിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഉള്ളൂ. ഇവിടെ നമുക്ക് ഇക്വേഷൻ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഓക്കെ.